നമസ്കാരം. ഇന്ന് വാർത്താമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സുനിത വില്യംസ് ആണല്ലോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ശാസ്ത്രമേഖലയിലെ ഏറ്റവും ഗുരുതരമായ ഒരു പരീക്ഷണ ഘട്ടത്തെ അതിജീവിച്ചു വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവരെ കഴിഞ്ഞും വലിയ ശാസ്ത്രജ്ഞർ ഒരുപക്ഷെ നല്ല ധാരാളമുണ്ട്. പക്ഷേ ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയൊരു പരീക്ഷണത്തെ അപകടകരമായ അവസ്ഥയിൽ നിന്ന് അതിജീവിച്ച് ഭൂമിയിലേക്ക് കാൽകുത്തിയ സുനിത വില്യംസ് മുൻപ് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. അത് അവർ ഗണപതി വിഗ്രഹത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഉപഗ്രഹത്തിൽ ശൂന്യാകാശ യാത്രയ്ക്ക് പോകുമ്പോൾ എന്നുള്ളതൊന്ന്. ഭഗവത്ഗീത അവരുടെ ഒരു കൈപ്പുസ്തകമാണ് എന്ന് പറഞ്ഞത്. ഈ രണ്ട് കാര്യമാണ് ഏറ്റവും വലിയ ഒരു ചർച്ചയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ ഒരു പരിഹാസപാത്രമായി മാറിയത് നമ്മുടെ കേരളത്തിലെ MLA ഷംസീറാണ്. കാരണം അദ്ദേഹം ഈ ഗണപതിയെക്കുറിച്ച് ഗണപതി മിത്താണെന്നും സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്തവരാണ് ഗണപതിയെ കൊണ്ടു നടക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വർഗീയമായ ഒരു വികാരം കൊണ്ട് പറഞ്ഞതാണ്. കാരണം മതപരമായ കാര്യങ്ങളെ മുഴുവൻ അദ്ദേഹം മിത്തായിട്ട് പറഞ്ഞിട്ടില്ല. ക്രൈസ്തവ ഇസ്ലാം മതങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഖുറാനിലുള്ള അവിശ്വസനീയമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും മിത്താണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം അദ്ദേഹം ഒരു നല്ല വർഗീയവാദിയായ മുസൽമാനായതുകൊണ്ട്. പക്ഷേ എപ്പോഴും വർഗീയവാദിയായ ഒരാളായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയൊരു അടയാളം എപ്പോഴും ഹിന്ദു ബിംബങ്ങളെ ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ശബരിമല പ്രശ്നം ഉണ്ടായപ്പം നാമജപത്തെ തെറിജപം എന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവും മന്ത്രിയും ഒക്കെ പറയാൻ കാരണം അതാണ്. അവർ മറ്റൊരു മത വിശ്വാസത്തെക്കുറിച്ചോ അങ്ങനെ പറയില്ല, പറയാൻ ധൈര്യപ്പെടില്ല. കാരണം അവരുടെ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പിന്നെ പറയാൻ നാവോ തലയോ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഹിന്ദു സംസ്കാരത്തിൻ്റെയും ഹിന്ദു സമൂഹത്തിൻ്റെയും ഹിന്ദു മതങ്ങളുടെയൊക്കെ രീതി എതിർക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ആക്ഷേപങ്ങളോ എതിർപ്പുകളോ ഒക്കെ അവർ പുച്ഛിച്ച് തള്ളും എന്നുള്ളതുകൊണ്ട് ഇത് പാവം വിഡ്ഢികൾ എന്ന് കണക്കാക്കി തള്ളും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അവരൊന്നും പറയാറില്ല. അതിരിക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. സുനിത വില്യംസ് പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് ഈ ഷംസീറോ ഇന്നിപ്പോൾ ചാനലിൽ കണ്ടു, ഒരു മൊട്ടയടിച്ച ഒരു മാധ്യമപ്രവർത്തകനുണ്ടല്ലോ, ഒരു അരുൺകുമാർ, എപ്പോഴും വിവരക്കേട് കൂടി, അദ്ദേഹം ഒരു ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാണെന്ന് പറയുന്നു. പക്ഷേ ഒത്തിരി മണ്ടത്തരങ്ങളും അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. സുനിത വില്യംസിൻ്റെ ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചോ അതിജീവനത്തെക്കുറിച്ചും ഒക്കെ ഇന്നത്തെ പെൺകുട്ടികൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ഗണപതിയെക്കുറിച്ച് പറഞ്ഞതും ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ വലിയ ഇന്നത്തെ കാലത്തിന് ചേരുന്നതാണോ അല്ലെന്നൊക്കെയുള്ള മട്ടിലുള്ള പറച്ചിൽ. ഇത് ഈ ശാസ്ത്രത്തെക്കുറിച്ചും യുക്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവർ, സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ചുമൊക്കെ പറയുന്ന ആൾക്കാർ പമ്പര വിഡ്ഢികളാണ് എന്നുള്ളതാണ് എനിക്ക് പ്രസ്താവിക്കാനുള്ളത്. കാരണം ഈ ആധ്യാത്മികത, മതം, സയൻസ് ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. സയൻസ് എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങളുടെ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും ഭൗതിക സത്യങ്ങളെക്കുറിച്ചുള്ള തേടലും ഒക്കെ നടത്തുന്ന ഒരു മേഖലയാണ് സയൻസ് എന്ന് പറയുന്നത്. അത് ആവശ്യവുമാണ്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. അതിൻ്റെ ഒരു തെളിവാണല്ലോ സുനിത വില്യംസ് എന്ന് പറയുന്ന അവരുടെ ഈ അതിജീവനത്തിൻ്റെ കഥയുമൊക്കെ അത്ര ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ കാര്യങ്ങളാണ്. മതം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതൊരു സാമൂഹികമായ ഒരു വിഷയമാണ്. മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കാൻ പല പല ഘടകങ്ങൾ ആവശ്യമാണ്. ചിലർക്കത് ജാതിയാണ്, ചിലർക്കത് മതമാണ്, ചിലർക്കത് പാർട്ടിയാണ്. അങ്ങനെ പല സാമൂഹിക വ്യവസ്ഥകളും സംവിധാനങ്ങളും സമൂഹം ഉണ്ടായ കാലം മുതൽ ഉണ്ടായി വരുന്നുണ്ട്. അതിൽ പെട്ടതൊന്നാണ് മതം. അത്തരം സാമൂഹികമായ ജീവിതത്തിന് ആവശ്യമായ ചില വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും അന്ധമായിരിക്കും. കാരണം അറിയാത്തതിനെയാണല്ലോ വിശ്വസിക്കുന്നത്. അറിയുന്നതിനെ വിശ്വസിക്കുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയാറില്ല. തനിക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. അത് തെറ്റാവാം, ശരിയാവാം. എന്താ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത്തരം വിശ്വാസങ്ങളാണ് ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിയല്ലാത്ത വിശ്വാസങ്ങൾ കൊണ്ട് സമൂഹത്തിനും വ്യക്തിക്കും ലോകത്തിനും അപകടമുണ്ടാവുന്നു. ആ വിശ്വാസം കൊണ്ട് ചിലപ്പോൾ ശരിയുള്ളതാണ്, ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ നന്മ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്തരം വിശ്വാസങ്ങൾ ലോകത്തിനും സമൂഹത്തിനും നന്മ ഉണ്ടാക്കുകയും ചെയ്യും.
അപ്പോൾ ഇത് രണ്ടും വിശ്വാസം കൊണ്ടുണ്ടാവുന്നുണ്ട്, നന്മയും അപകടവും ഉണ്ടാവുന്നുണ്ട്. അതേത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവനവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ഇന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് മതം. മതം എന്ന് പറയുന്നത് എപ്പോഴും അന്ധവിശ്വാസമാണ്, അന്ധമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് തെറ്റാണ് എന്നല്ല. തെറ്റായ വിശ്വാസമാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും ശരിയായതാണെങ്കിൽ അത് ഗുണമുള്ളതാണെങ്കിൽ കൊണ്ട് നടക്കുകയും ചെയ്യണം. അത് സാമൂഹിക ജീവിതത്തിൻ്റെ ഒരാവശ്യം എന്നുള്ള നിലയ്ക്ക് മതത്തെ കണ്ടാൽ മതിയാവും. ആത്മീയത എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ്. ആ ആത്മീയത എന്നോ ഭക്തി എന്നോ ഒക്കെ പറയുന്നത് മറ്റൊന്നാണ്. അത് വിശേഷിച്ചും ഭാരതീയ ദർശനത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ആത്മീയതയാണ്. ആത്മീയത എന്ന് പറയുന്നത് വിശ്വാസമല്ല. പ്രപഞ്ച സത്യത്തെക്കുറിച്ച് കുറേയൊക്കെ അനുഭവിക്കുന്ന ആളിനെയാണ് ആത്മീയതയുള്ള ആൾ എന്ന് പറയുന്നത്. പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള അറിവ് നേടിയ ആൾ, സമ്പൂർണമായ അറിവ് നേടിയ ആളിനെ ഋഷി എന്ന് പറയും. ഭാഗികമായി അറിവ് നേടുന്ന ആളിനെ ഭക്തൻ എന്ന് പറയും. ഈ സത്യാന്വേഷണം നടത്തുന്നവരെയാണ് ഭക്തരെന്നോ ഉപാസകരെന്നോ ഒക്കെ പറയാവുന്നത്. അവരുടെ ഈ ആത്മീയമായ ധാരണ കൊണ്ടും ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും അവർ കൂടുതൽ നല്ല മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ വിനയമുള്ളവരായി, എളിമയുള്ളവരായി, കൂടുതൽ സാമൂഹിക ബോധമുള്ളവരായി, എല്ലാത്തിനും ഉപരി ഈ പ്രപഞ്ചം തന്നെ തൻ്റെ തന്നെ അംശമാണ്, അഥവാ താൻ ആ പ്രപഞ്ചത്തിൻ്റെ അംശമാണെന്ന് വിശ്വസിക്കുന്നതല്ല. അത്തരം ചില അനുഭവങ്ങൾ, അനുഭൂതികൾ എന്നൊക്കെ പറയും. അത് ചെറിയ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ സങ്കടപ്പെടുമ്പം നമ്മുടെ മനസ്സിനൊരു വേഗത വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചങ്കിടിപ്പിന് വേഗത കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആത്മീയതയുടെ തലത്തിൽ അല്പം മുന്നോട്ട് പോയി എന്നാണ് അർത്ഥം. മറ്റൊരാളിൻ്റെ ആത്മാവിൻ്റെ വൈകാരികതയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അതാണ് ആത്മീയതയുടെ അടയാളം. മറ്റൊരാൾ സങ്കടപ്പെടുമ്പോഴോ വേദന തിന്നുമ്പോഴോ നമുക്ക് യാതൊരു വികാരവും ഉണ്ടാവുന്നില്ലെങ്കിൽ മതവിശ്വാസിയാണെങ്കിലും അത് ആത്മീയതയല്ല, വെറും മതവിശ്വാസമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അപകടകരമായ ഒരു മതവിശ്വാസമാണ്. മറ്റൊരാളിൻ്റെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ ആത്മീയമായ ഒരു അനുഭൂതി നമുക്കുണ്ട് എന്നാണ് അർത്ഥം. മറ്റൊരാൾ സന്തോഷിക്കുമ്പോൾ, ഒരാൾ വിജയിക്കുമ്പോൾ, ഒരാൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ നമുക്ക് അതിൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആത്മീയമായ ഒരു ഉയർച്ചയുടെ അടയാളമാണ്. പൂർണ്ണമാകണമെന്നില്ല, ആ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് ആത്മീയതയുടെ ഒരു തലം എന്ന് പറയുന്നത്. ഇത് വേറെ വേറെ തലങ്ങളാണ്. ആത്മീയത, മതം, സയൻസ് എന്നൊക്കെ പറയുന്നത് വേറെ വേറെ തലങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിഡ്ഢികളാണ്. സയൻറ്റിഫിക് ടെമ്പർ വേണം എന്ന് ചാനലിൽ പറയുന്ന ആ അരുണെന്ന് പറയുന്ന അദ്ദേഹവും ഈ ഷംസീറും ഒക്കെ പറയുന്ന വിഡ്ഢിത്തം എന്ന് പറയുന്നത് ഇത് വേറെ വേറെ കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ പോലും അവർക്കാവുന്നില്ലല്ലോ. ആ തിരിച്ചറിവ് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ ഇത് തിരിച്ചറിയാൻ കഴിയും, കോമൺ സെൻസ് ഉള്ളവർക്ക്. അപ്പോൾ ഷംസീറിനോ അരുണിനോ ഒന്നും കോമൺ സെൻസ് ഇല്ല എന്ന് കണക്കാക്കേണ്ടി വരും. ഏതായാലും അതിനെക്കുറിച്ച് എല്ലാവരോടും കൂടി പറയാനുള്ളത്, മറ്റുള്ളവരോട് പറയാനുള്ളത്, സുനിത വില്യംസ് അവരുടെ ആത്മീയമായ ഒരു അനുഭൂതിയുടെ തലത്തിലാണ് ഭഗവത്ഗീത ഒരു ദാർശനിക ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക്, അവർക്കൊരു മാർഗദർശനം എന്നുള്ള നിലയ്ക്ക്, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ച്, പ്രാപഞ്ചിക ജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള ധാരണകളും സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും നൽകുന്നു എന്നുള്ളതാണ് ഭഗവത്ഗീത. അത് മതഗ്രന്ഥമല്ല, ദാർശനിക ഗ്രന്ഥമാണ്. ആത്മീയ തലത്തിലുള്ള മാർഗദർശനമാണ് അതുണ്ടാകുന്നത്. ആത്മീയ തലം എന്ന് പറയുമ്പോൾ ഭൗതികതയ്ക്ക് വിരുദ്ധമല്ല, അത് ഒരു കാര്യം. മതത്തിൻ്റെ ഭാഗമാണ്, അഥവാ ഭക്തിയുടെ ഭാഗമാണ്. ഗണപതിയെ അവർ കൊണ്ടു നടക്കുന്നു, ഗണപതിയെ അവർ ഇഷ്ടപ്പെടുന്നു, ഗണപതി ഭഗവാനെ അവർ പ്രാർത്ഥിക്കുന്നു. ഇനി പോകാൻ അവസരം കിട്ടിയാൽ ഇതുകൂടി കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഭക്തിയുടെ തലത്തിലുള്ള ഒരു കാര്യമാണ്. ആത്മീയതയുടെ പ്രായോഗിക തലത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യക്തിയുടെ മാനസിക അവസ്ഥയെ, അനുഭവങ്ങളെ, അനുഭൂതിയെ സംതൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് പാപം ഷംസീറിന് തിരിച്ചറിയാം. അദ്ദേഹത്തിന് സെമറ്റിക് മതങ്ങളെക്കുറിച്ചുള്ള ധാരണയേ ഉള്ളൂ, അത് വിശ്വാസമാണ്. അത് എല്ലാവരും സങ്കടപ്പെടുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവണമെന്നില്ല. ചിലർ സങ്കടപ്പെടുമ്പോൾ സങ്കടപ്പെടും, ചിലർ സങ്കടപ്പെടുമ്പോൾ സന്തോഷിക്കും. അതാണ് സെമറ്റിക് മതങ്ങളിൽപ്പെട്ട കുറേ ആൾക്കാർക്ക് പറ്റിയ അപകടം. അത് കേവലം വിശ്വാസം മാത്രമാണ്. അതിൽ പെട്ടവർ ധാരാളം അനുഭൂതിയുടെ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്, അത് നിഷേധിക്കുന്നില്ല. ആത്മീയ തലത്തിലേക്ക് ഉയരുന്ന മതവിശ്വാസി, അത് സെമറ്റിക് ആണെങ്കിലും അല്ലെങ്കിലും ശരി, ആത്മീയ തലത്തിലേക്ക് ഉയരുമ്പോൾ അവർ
കൂടുതൽ നല്ല മതവിശ്വാസിയായി മാറും, അഥവാ മതം മനുഷ്യന് ഗുണമുള്ളതായി മാറും. ഷംസീറിന് പരിചയമുള്ള, മൊട്ടയ്ക്ക് പരിചയമുള്ളതൊക്കെ ഇത്തരം ചില സങ്കുചിതമായ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുന്ന മതങ്ങളെക്കുറിച്ചോ മതവിശ്വാസികളെക്കുറിച്ചോ മാത്രമാണ് അറിവുള്ളത്. ഇപ്പോൾ APJ അബ്ദുൽ കലാം, അദ്ദേഹം മുസൽമാനായിരുന്നു, പക്ഷേ ആത്മീയ തലത്തിൽ ഒത്തിരി ഉയർന്നു വന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ സർവാദരണീയരായിട്ട് എല്ലാവരും കണക്കാക്കുന്നതും അദ്ദേഹത്തിന് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നതും മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ കണക്കാക്കാൻ കഴിയുന്നതും. അതുകൊണ്ട് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ് നടക്കുന്ന പമ്പര വിഡ്ഢികളായ ഭൗതികവാദികളോടും അപൂർവം ഭഗവത്ഗീതയെയും ഗണപതിയെയും ഒക്കെ എതിർക്കുന്ന മതമൗലികവാദികളോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി കുട്ടികളുടെ തലത്തിൽ നിന്ന് ഉയരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. സയൻസ്, മതം, ആത്മീയത ഇത് വേറെ വേറെ തലത്തിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ആർജിക്കണം. ആത്മീയതയുടെ തലത്തിലേക്ക് മുന്നേറാൻ, നല്ല ഭക്തരായി മാറാൻ ശ്രമിക്കണം. അതിന് പോലും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് സയൻറ്റിഫിക് ടെമ്പർ പറിച്ചിട്ടോ നിങ്ങൾ പറയുന്നതൊക്കെയാണ് ശാസ്ത്രമെന്ന്, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ISROയുടെ ചെയർമാൻ പറഞ്ഞില്ലേ, മറ്റേ ചന്ദ്രയാൻ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം അമ്പലത്തിൽ പോയപ്പം കേരളത്തിലെ ചാനലുകാരൊക്കെ ഈ തെരുവ് നായ്ക്കളപ്പല്ലേ ഓടിയെത്തിയത്, നാണമില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് എത്തിയത്. അദ്ദേഹം പറഞ്ഞാൽ അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങൾ വേറെ പണി നോക്കുകയെന്ന് പറഞ്ഞില്ലേ. സുനിത വില്യംസ് പറയുമ്പോൾ അവർ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല, അത് ആത്മീയത ശാസ്ത്രത്തിന് വിരുദ്ധമല്ല. മതം ചിലപ്പോൾ ശാസ്ത്രത്തിന് വിരുദ്ധമാകാം. ശാസ്ത്രീയമായ കാര്യങ്ങൾക്കും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്ര സത്യങ്ങൾക്കും എതിരായി മതം മാറുമ്പോഴും ഭക്തിയും ആത്മീയതയും ശാസ്ത്രത്തിനൊരിക്കലും എതിരാവുന്നില്ല എന്നുള്ള സത്യമെങ്കിലും തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഷംസീറിനും കൂട്ടർക്കും ഉണ്ടാകണമേ എന്ന് ഞാൻ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. മൊട്ടയ്ക്ക് വിവരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് ഇത്രയൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ എങ്കിൽ ആ പാവത്തിനോട് എനിക്ക് സഹതാപം തോന്നുന്നു. ഏതായാലും ഈ മതത്തിനപ്പുറത്തേക്ക് കൂടുതൽ നല്ല മനുഷ്യനാവാൻ, ശാസ്ത്രത്തിനെ എതിർക്കാത്ത, ഭക്തിയെ തിരസ്കരിക്കാത്ത മതവിശ്വാസിയെങ്കിലുമായി മാറാൻ കമ്മ്യൂണിസ്റ്റ് മതക്കാരോടും മറ്റ് സങ്കുചിത മതം മാത്രം പറയുന്നവരോടും, അത് ഏത് മേഖലയിൽ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരോടൊക്കെ പ്രാർത്ഥിക്കുന്നു. സുനിത വില്യംസിൻ്റെ ഭക്തിയെയും ആത്മീയതയെയും അവരുടെ സയൻസിനെയും ഒരുപോലെ പ്രണമിക്കുമ്പോഴാണ് നമ്മളൊരല്പവും കൂടി വളരുക എന്ന് ധരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.